ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോകുക കേട്ടോ. മലബാറുകാരുടെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ്. ഇവിടെ വരെ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ സ്വീകരിക്കുന്ന അമ്പലം കൂടിയാണ് പറശ്ശിനിക്കടവ്. മുത്തപ്പൻ്റെ പ്രധാന നിവേദ്യങ്ങളിലൊന്ന് കരിച്ച ഉണക്കമീനും കള്ളും പിന്നെ പയറുമാണ്. വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ വെള്ളത്തിൽ കാലും കഴുകി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര സമാധാനം കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇന്ന് പോയപ്പോൾ അവിടെ വെള്ളം കുറവാണ്. അപ്പുറത്തെ പൈപ്പിലെ വെള്ളം കൊണ്ട് കാലും കഴുകി ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഈ അമ്പല പരിസരത്ത് ഒരുപാട് നായ്ക്കളെ കാണാൻ പറ്റും. മുത്തപ്പൻ്റെ സന്തത സഹചാരിയായിട്ടാണ് നായ്ക്കളെ കണക്കാക്കുന്നത് ഇവിടെ. ചില വിശേഷ ദിവസങ്ങളൊഴികെ ബാക്കി എല്ലാ ദിവസവും തെയ്യക്കോലം കെട്ടിയാടുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം കേട്ടോ പറശ്ശിനിക്കടവ്. അതുപോലെ തന്നെ മുത്തപ്പൻ്റെ ചോറ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാകുകയില്ല കേട്ടോ. ഇവിടെ എൻ്റെ ചെറുപ്പകാലത്ത് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ബസ്സിന് വരുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയി. മുത്തപ്പൻ്റെ ചോറ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മോനൊരിക്കലും ചോറ് തിന്നുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഓൻ അത് തീർത്തും അവിടെ ഇരുന്ന് കഴിച്ചിക്ക്. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയേക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോസ് കാണാം. ഇത് ഫോട്ടോസല്ല, ഓരോ കലാകാരന്മാർ വരച്ച് മുത്തപ്പനെ കൊടുത്തതാട്ടോ ഇത്. അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ഓരോ സാധനങ്ങൾ വാങ്ങിത്തരണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ, കളിപ്പാട്ടങ്ങൾ. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. രാത്രി ഒരു 1 മണിയൊക്കെ ആക്കിയിട്ടോ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ.